രക്താക്ഷരങ്ങൾ കൊണ്ട് ചരിത്രമെഴുതിയ വീരോചിതനായ പുണ്യാത്മാവാണ് തിരുഹൃദയ സന്യാസിനിയ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കതലക്കാട്ടിൽ മത്തായി അച്ഛൻ. തിരുഹൃദയത്തിന്റെ വേവും നോവും സ്വന്തമാക്കി സഹനങ്ങളുടെ നടുവിൽ മങ്ങാത്ത മന്ദഹാസത്തോടെ നാഥന് നൈവേദ്യമായി മാറിയ പുണ്യചരിതൻ. രക്തം കിനിയുന്ന അനുഭവങ്ങളിൽ അടിമതരാതെ ദൈവാശ്രയബോധം മൂലധനമാക്കിയ പുണ്യതാതന്റെ ചെയ്തികളെ ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റുപകരാൻ സഹനത്തിന്റെ തപശക്തിയും മാതൃകകളുടെ മാസ്മരികതയും നമ്മുടെ പദചലനങ്ങൾക്ക് ബലമേകുമ്പോൾ കരുണാദ്ര സ്നേഹത്തിന്റെ ഉത്തമ സാക്ഷികളായി തീരാൻ ഈശോയുടെ തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കും. ഓരോ വിശുദ്ധന്റെയും മരണം സ്വർഗം സന്തോഷിക്കുന്ന സുദിനമാണെങ്കിൽ 1935 മെയ് 23 സ്വർഗം സന്തോഷിച്ച ഒരു സുദിനമാണ്. കാരണം അന്നൊരു വിശുദ്ധാത്മാവിന്റെ മരണമായിരുന്നു. ഈ ലോകത്തിൽ ദൈവത്തെ സ്മരിച്ചവരെ ദൈവവും മറന്നില്ല. ധന്യൻ മത്തായി അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തിയാക്കുവാൻ ദൈവനിയോഗമെന്ന വണ്ണം പിതാവിന്റെ ശരീരം സ്വർഗത്തിലേക്ക് ചേർത്ത നിമിഷം തന്നെ ഭൂമി മറ്റൊരത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു. അതാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ പൊന്തിഫിക്കൽ പദവി. ഇന്ന് സ്ഥാപക പിതാവിന്റെ വചനമനുസരിച്ച് തിരുഹൃദയ മക്കൾ തങ്ങളുടെ പ്രയാണം തുടരുന്നു. ഓ ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ സമസ്ത വിചാരങ്ങളും സകല പ്രവൃത്തികളും കാലടിപ്പാടുകൾ മുഴുവനും എൻ്റെ ഓരോ ഹൃദയമിടിപ്പുകൾ പോലും ഞാൻ അങ്ങേക്ക് പൂർണ്ണമായും സമർപ്പിച്ചു തരുന്നു. ദിവ്യ സ്നേഹമേ, ആനന്ദ കാരണമേ, ഓ സ്നേഹനാളമേ,